നമ്മൾ മലയാളികൾ ഇന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. സുരേഷ് ഗോപി തൻ്റെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് കുടുംബസമേതം ലൂർദ് പള്ളിയിൽ, തൃശ്ശൂരിലെ ലൂർദ് പള്ളിയിൽ എത്തിയിട്ട് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കുന്നത്. ഇത് നിഷ്പക്ഷരായിട്ടുള്ള കേരളത്തിലെ സകല ആളുകളും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ ഈ ഒരു വാർത്തയൊക്കെ വന്ന സമയത്ത് എല്ലാ വാർത്തകളുടെയും കമൻറ്റ് ബോക്സുകളിൽ നിരന്തരം ഒരുപാട് ആളുകൾ കൂട്ടമായിട്ട് പറയുന്ന രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയ ലക്ഷ്യം കാര്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. അവരൊക്കെ തന്നെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളല്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ഒന്നെങ്കിൽ നമ്മുടെ കേരളത്തിലെ മറ്റു പാർട്ടികളിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളാവാം. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു വിഷയത്തെ വളരെ ലളിതമായിട്ട് പറയാം. കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഇവരുടെയൊക്കെ നേതാക്കന്മാർ പള്ളിയിലെ അച്ഛന്മാരായിട്ടും ബിഷപ്പുമാരൊക്കെ ആയിട്ട് കൂടിക്കാഴ്ചകളൊക്കെ നടത്തുന്നത് മതേതരത്വം, ആഹാ വളരെ അന്തസ് എന്ന രീതിയിൽ ഇവന്മാരൊക്കെ ഇങ്ങനെ നിരന്തരം കമൻ്റ് ഇട്ട് പോകും. അതേസമയം സുരേഷ് ഗോപി ഒരു സന്ദർശിച്ചത് വളരെ വലിയ വിഷയം. സന്ദർശിച്ചത് മാത്രമല്ല, ഒരു സ്വർണ്ണ കിരീടമാണ് അവിടെ സമർപ്പിച്ചിട്ടുള്ളത്. നിഷ്പക്ഷരായിട്ടുള്ള കേരളത്തിലെ സകല ആളുകളും ഈ ഒരു മതസൗഹാർദ്ദ ഒരു കാഴ്ച കണ്ടിട്ട് വളരെയധികം സന്തോഷം തന്നെയാണ് ഉണ്ടാവുക. സകല ആളുകൾക്കും ഈ വെറുപ്പുള്ള കമൻറ്റുകൾ ഇടുന്ന ആളുകൾ ഏതാണ് എന്ന് സകല ആളുകൾക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് വിഷയം ഉന്നയിക്കുന്നത് മണിപ്പൂർ മറന്നോ എന്ന്. അവർക്ക് കൃത്യമായിട്ടൊരു മറുപടി അങ്ങ് തരാം. അതായത് ഈ മണിപ്പൂർ വിഷയം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളതല്ല. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി കോൺഗ്രസ് ഭരിച്ച എല്ലാ വർഷങ്ങളിലും ഈ വിഷയം ഉണ്ടായിട്ടുണ്ട്. ഇത് വെറുതെ പറയുകയാണ് എന്നും ആരും കരുതണ്ട. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മണിപ്പൂരിനായിട്ട് നിയമങ്ങളുണ്ട്. അതൊക്കെ കാണുന്ന സമയത്ത് ഇതൊക്കെ ഏതൊരാൾക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ മണിപ്പൂരിൽ നടക്കുന്നത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഷയങ്ങളൊന്നുമല്ല, രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളാണ്. അവർ തമ്മിൽ അവിടെയുള്ള വിഷയത്തിന് നമ്മുടെ കേരളത്തിൽ സുരേഷ് ഗോപി ഒരു നന്മയും ചെയ്യരുത് എന്ന് പറയുന്നത് എന്ത് വിഡ്ഢിത്തമാണ്. അതിലപ്പുറം അതിനെ എന്താണ് നമ്മൾ പറയേണ്ടത്? യഥാർത്ഥത്തിൽ ഈ കമൻറ്റുകാരുടെയൊക്കെ ഒരു അസ്വസ്ഥത എന്ന് പറയുന്നത് ഇടതനും വലതനും ഒക്കെ തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കാൻ പോകുന്നു എന്നൊരു ചിത്രം വന്നു കഴിഞ്ഞു. അതിൽ അസ്വസ്ഥരായിട്ടാണ് ഇതൊക്കെ എഴുതി ഉണ്ടാക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. എന്ത് തന്നെയായാലും സുരേഷ് ഗോപിയുടെ നന്മ അത് ഇന്നൊരു രാഷ്ട്രീയ പ്രവേശനം നടത്തിയ കാലത്തല്ല തുടങ്ങിയിട്ടുള്ളത് എന്നും ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം ഒരുപാട് നന്മകൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് എന്നും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വാർത്തകളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഏവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്.